നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഒരു വലിയൊരു പ്രചാരണം അല്ലെങ്കിൽ വലിയൊരു വാഗ്ദാനം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 വാഗ്ദാനങ്ങളാണ് UDF സർക്കാർ, അതായത് VD സതീശന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകിയത്. അതിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലും അതായത് UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലും അവർ പറയുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അത് അവർ ഈ മാസം 15-ാം തീയതി മുതൽ അത് അവർ പാലിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാക്കി 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പ്രതിമാസ ധനസഹായം. അതായത് കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുമെന്നൊരു ഗ്യാരണ്ടിയും UDF സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നാണ് UDF സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാഗ്ദാനം നൽകിയത്. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ്, എല്ലാ കുടുംബാംഗങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും എന്നൊരു വാഗ്ദാനം നൽകി. കൂടാതെ പലിശരഹിത വായ്പ, അതായത് യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനായി, അതായത് ബിസിനസ് തുടങ്ങാനായിട്ട് പലിശ ഇല്ലാത്ത ലോണുകൾ UDF സർക്കാർ നൽകും എന്നുള്ള ഒരു സുപ്രധാനമായ വാഗ്ദാനങ്ങളും പ്രചാരണ സമയത്ത് UDF സർക്കാർ പറഞ്ഞിരുന്നു. അത് 5 ഗ്യാരണ്ടി എന്ന നിലയിൽ, ഇന്ദിര 5 ഗ്യാരണ്ടി എന്ന നിലയിൽ. കൂടാതെ അതോടൊപ്പം തന്നെ ഈ കേരളമെമ്പാടും, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് ഈ ഇന്ദിര ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എറണാകുളത്ത് ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഭക്ഷണം, പൊതുജനത്തിന് ഭക്ഷണം കിട്ടുന്ന തരത്തിലുള്ള ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റിൽ മാറി മാറി വരുന്ന ഓരോ സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഖജനാവിൽ എത്രത്തോളം സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണം നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്താനുള്ളത്. ഈ നിയമസഭയിൽ ഡെസ്കിൽ അടിക്കുന്ന അടിയുടെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് മനസ്സ് സംതൃപ്തിയാവുന്നത് പോലെയല്ല, അതായത് കയ്യടി വാങ്ങിച്ചു കൂട്ടുന്ന തരത്തിലേക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, അതനുസരിച്ച് നമുക്ക് ഓരോ പദ്ധതികളും ചിലവാക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, അവസാനം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാന ബഡ്ജറ്റ് അവതരണം നടത്തിയ സമയത്ത് ഓരോ പദ്ധതിക്കും കോടിക്കണക്കിന് രൂപയാണ് അവിടെ മുൻ ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപനം നടത്തിയത്. അതിലൊന്നും തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ആ ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ള പണം ഖജനാവിലേക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ധവളപത്രം ഇറക്കിയ സമയത്ത് ഖജനാവിലാകെ 5000 ചില്ലാനം കോടി രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പണം തന്നെ ഒരു മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനായിട്ട് വേണം. കൂടാതെ KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓൾ ഇന്ത്യ ബസ്സുകളിൽ കൊടുത്തു. അപ്പോൾ അവർക്ക് ഒരു മാസം തന്നെ ഒരു 70-80 കോടി രൂപയുടെ നഷ്ടമുണ്ടാവും. അങ്ങനെ ഒരു വർഷത്തെ കണക്കാക്കുമ്പോൾ ഒരു 800 കോടിയെങ്കിലും നഷ്ടമുണ്ടാവും. അപ്പോൾ ഇത് KSRTCക്ക് മാസം സർക്കാർ പണം കൊടുക്കേണ്ടതുണ്ട്. കൂടാതെ അവർക്ക് പെൻഷൻ മുടങ്ങുക അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥ വരുമ്പോൾ സർക്കാർ സഹായിക്കേണ്ടതുണ്ട്. കൂടാതെ KSRTCക്ക് പല ബാങ്കുകളിലുമായിട്ട് ലോണുകളുണ്ട്. ഈ ലോണെല്ലാം അടച്ചു തീർക്കേണ്ടതുണ്ട്. കൂടാതെ സർക്കാർ എല്ലാ വർഷവും പിണറായി ഭരണത്തിന്റെ കാലത്ത് എല്ലാ വർഷവും സർക്കാർ ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും നൽകാനായിട്ട് റിസർവ് ബാങ്കിന്റെ ഈ കുബേര പോർട്ടൽ വഴി എല്ലാ മാസവും ചൊവ്വാഴ്ചകളിൽ കോടിക്കണക്കിന് രൂപ ഭീമമായ കടമെടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കടങ്ങൾ എടുക്കുമ്പോൾ അത് വീട്ടേണ്ടത് ഏറ്റവും അനിവാര്യം. കാരണം കിഫ്ബി എന്ന ഒരു എടുത്താ തീരാത്ത ഒരു വലിയൊരു കട ബാധ്യത, അതായത് കടത്തിന്റെ ഒരു കുടം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ കിഫ്ബി കൊണ്ടുവന്നതിന് ശേഷം കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കടം കേരളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ, ഏത് രീതിയിൽ വീട്ടും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഇന്ന് VD സതീശൻ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉയരുന്നുണ്ട്. കൂടാതെ കിഫ്ബിയെ പൊളിച്ച് പണിയുമെന്ന് പറയുന്നുണ്ട്. കിഫ്ബിയിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വലിയ രീതിയിലുള്ള ശമ്പളങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്ന് VD സതീശൻ സർക്കാർ തന്നെ 2 മാസത്തിന് മുമ്പേ VD സതീശൻ സർക്കാർ തന്നെ ഈ ആഴ്ച പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ കിഫ്ബിയിൽ ഒരു പൊളിച്ചെടുത്തുണ്ടാകുമോ അല്ലെങ്കിൽ കിഫ്ബിയുടെ ഒരു പ്രാധാന്യം കുറയ്ക്കുമോ എന്നുള്ള ഒരു നിർണായകമായ നീക്കങ്ങൾ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സഹായത്തിലെ 20,000 കോടിയുടെ കുറവാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന VD സതീശന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനും കൂടാതെ അധിക വരുമാനം കണ്ടെത്താനും ബഡ്ജറ്റിൽ ഒരു അധിക വരുമാനം കണ്ടെത്തിയേ തീരൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ദിരാ ഗാന്ധി പദ്ധതി നടപ്പാക്കണമെങ്കിൽ എന്തായാലും കൂടുതൽ വരുമാനം വേണം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ടാണ്. GST വരുമാനം കൃത്യമായ രീതിയിലേക്ക് കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഖജനാവിൽ പണം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഖജനാവിന്റെ അകത്തേക്ക് പണം വരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം വ്യാപകമായി തന്നെ GST തട്ടിപ്പുകൾ, കോടിക്കണക്കിന് രൂപയുടെ GST തട്ടിപ്പുകൾ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അത് പല രീതിയിലും ഒരു മാധ്യമങ്ങൾ അടക്കം സർക്കാരിനെ ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയതാണ്. പക്ഷെ അതൊന്നും തന്നെ സർക്കാർ ഇപ്പോഴും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. കാരണം നമ്മൾ കടയിൽ ചെന്ന് ഒരു ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് ബില്ല് തരാൻ മടിക്കുന്നുണ്ട്. അതിന് പകരം ഒരു പേപ്പറിലേക്ക്, ഒരു A4 സൈസ് പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പറിലോ വാങ്ങിച്ചതിന്റെ പ്രോഡക്റ്റ് എന്താണ്, അത് വെച്ചിട്ട് ഒരു ബില്ല് മാത്രം, ഒരു അനൗദ്യോഗികമായ ഒരു ബില്ല് എഴുതി തരുന്നു. ഇതുവഴി സർക്കാരിന് ഭീമമായ രീതിയിലുള്ള നഷ്ടമുണ്ടാകുന്നു. കൂടാതെ NIA അടക്കം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിലെ ഹോട്ടലുകളിൽ ഇൻകം ടാക്സ് അടക്കം നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബിരിയാണി വിളമ്പുന്ന ഹോട്ടലുകളടക്കം വ്യാപകമായ രീതിയിലുള്ള ഒരു നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇത് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതിന് ഒരു തടസ്സമായി മാറുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നികുതി ചോർച്ച തടയാനും അതോടൊപ്പം തന്നെ നികുതി പിരിവ് ഊർജിതമാക്കാനുമുള്ള നടപടികൾ, ഈ ഒരു സമഗ്രമായ ഒരു ധനം മാനേജ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്കിത് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ മേഖല. ഇപ്പോൾ വൻകിട സ്വർണ്ണ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ വൻകിട സ്വർണ്ണ, ഞാൻ പേര് പറയുന്നില്ല, വൻകിട സ്വർണ്ണ വ്യാപാര ശൃംഖലകൾ, അതൊക്കെ തന്നെ കൃത്യമായി തന്നെ നികുതി അടച്ച് കൃത്യമായി തന്നെ റെസീപ്റ്റുകൾ കൊടുത്ത് ബില്ലുകൾ കൊടുത്തിട്ടാണ് കച്ചവടം നടക്കുന്നത്. പക്ഷേ ചെറുകിട സ്വർണ്ണക്കടക്കാർ, അതായത് ഒരു മിഡിൽ, താരതമ്യേന വെച്ച് നോക്കുമ്പോൾ ഒരു മിഡിൽ സ്വർണ്ണ വ്യാപാര ശൃംഖലകളിലൊക്കെ വലിയ രീതിയിൽ അവർ ബില്ലുകളൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്നതാണ്. അത് സർക്കാരിന് വലിയ രീതിയിലുള്ള ഖജനാവിലേക്ക് നികുതി എത്തുന്നതിന് ഒരു വലിയൊരു തടസ്സമായി തന്നെ മാറുന്നുണ്ട്. കൂടാതെ റവന്യൂ ഡെഫിഷ്യന്റ് ഗ്രാന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് 36,000 കോടിയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ റവന്യൂ ഡെഫിഷ്യന്റ് ഗ്രാന്റ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചതോടെ വാർഷിക പദ്ധതി നടപ്പാക്കാൻ 20,500 കോടി രൂപ കണ്ടെത്തുകയോ പദ്ധതി വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇടത് സർക്കാർ പാസാക്കിയ ബഡ്ജറ്റ് പുതുക്കുന്ന VD സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളും ഇത് തന്നെയാണ്. അധിക വിഭവം സമാഹരണമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് യഥാർത്ഥ കാര്യം. ഈ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം, കേന്ദ്ര സർക്കാർ ഈ പണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ കൊമ്പ് കോർത്തൊരു പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ, സർക്കാർ ഓരോ പദ്ധതിക്കും പണം പിണറായി വിജയന് നൽകും. എന്നിട്ട് ആ പണം ഈ പദ്ധതിക്ക് എന്തിനൊക്കെ പ്രയോജനപ്പെടുത്തി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രസ് എന്താണ്, അതിന്റെ ഉയർച്ച എന്താണ്, അതിന്റെ റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് തരാനായിട്ട് കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ, കേന്ദ്രത്തിന്റെ ഓരോ മന്ത്രാലയം ആവശ്യപ്പെടുമ്പോൾ, ആ സമയത്താണ് സർക്കാരിനെ നെക്കിക്കൊല്ലുന്നു, സർക്കാരിന് നമ്മുടെ വിശ്വാസമില്ല, സർക്കാർ നമ്മുടെ വലിയ രീതിയിലേക്ക് ഒരു കടക്കണിയിലേക്ക് തള്ളിവിടുന്നു എന്നൊക്കെയുള്ള ഒരു ക്യാപ്സ്യൂളുകൾ അന്ന് പിണറായി സർക്കാർ ഇറക്കിയത്. അപ്പോൾ കൃത്യമായി പണം കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതിക്കായി നൽകുമ്പോൾ ആ ഫണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി സർക്കാർ അതിനെ വകമാറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ മൂക്കുകയറിട്ടത്. അപ്പോൾ VD സതീശൻ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു നീക്കം, അല്ലെങ്കിൽ അങ്ങനെ ഫണ്ട് വകമാറ്റുന്ന ഒരു പ്രവർത്തനം നടക്കാതെ ഇരുന്നാൽ കേന്ദ്രവുമായി നല്ല രീതിയിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.